ഈ കേസ് കൊടുക്കുമ്പോ തന്നെ ഇപ്പൊ കുറെ പേര് വന്നിട്ട് ചോദിച്ചു, നിനക്ക് ബോധമില്ലേ, നീ ആരുടെ അഗേൻസ്റ്റാ കേസ് കൊടുക്കുന്നത്? വളരെ ശരിയാണ്. പക്ഷെ നമുക്കൊരു സ്വന്തം ഒരു സ്വന്തം സമൃദ്ധിക്ക് അപ്പുറത്തേക്ക് ഈ പറയുന്ന ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് കുറെ പേര് പറഞ്ഞപ്പോഴേ, എന്നാ പിന്നെ അവൻ കേസ് കൊടുക്കാത്ത എന്താന്ന് ചോദ്യം വന്നപ്പോഴാണ് എന്നാ ഓക്കെ എന്നാ നമുക്ക്. പക്ഷെ അതൊരിടത്തും എത്തില്ല എന്ന് നമുക്കറിയാം. ഇതൊന്നും ഞാൻ തുടങ്ങി വെച്ചതല്ല, അതാ ഞാൻ പറഞ്ഞു. ഇതൊന്നും നമ്മൾ ഇത് അവര് തന്നെ തുടങ്ങിയതാണ്. അവര് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, സംഭവിച്ചു പോയി, ക്ഷമിക്കണമെന്ന് പോലും വേണ്ട, വിട്ടുകളയും എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നില്ലേ. ഞാൻ വിളിക്കുമ്പോ ഇവരാരും ഫോൺ എടുക്കുന്നില്ല. ഇവരുടെ കയ്യിലൊക്കെ എൻ്റെ നമ്പർ ഉണ്ട്. ഞാൻ വിളിക്കുന്നത് ഇനിഷ്യലി നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനും ബിഗ് ബോസ് എന്ന ഒരാളുടെ നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ ആ പെൺകുട്ടീനെ വിളിച്ചു. ആ പെൺകുട്ടി എൻ്റെ കോളൊന്നും എടുക്കുന്നില്ല. പിന്നെ അത് എടുക്കാതെ വന്നപ്പോഴാണ് പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ വിളിക്കുക. ഈ ചാനലിലാണ് എനിക്ക് കണക്ഷൻ. ചാനലിലെ ആൾക്കാരൊക്കെ ഞാൻ ബാക്ക് ടു ബാക്ക് വിളിക്കുന്നു, ആരും ഫോൺ എടുക്കുന്നില്ല. എൻ്റെ നമ്പർ അറിയാവുന്ന സേവ് ചെയ്യുന്ന ഞാൻ ചേട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരായിരുന്നു ഇവരെല്ലാം. ആരും എടുക്കുന്നില്ല. ഫൈനലി പാതിരാത്രി 10, 11 മണിയായപ്പോഴാണ് ഒരാൾ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഉച്ച തൊട്ട് വിളിക്കുകയാണ്, ആരും എടുക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പം സിബിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് പപ്പ മമ്മിയൊക്കെ വിളിക്കുന്നു, എന്താ ഏതാന്ന് അറിയാണ്ട്. അപ്പം അപ്ഡേറ്റ് നമ്മളോടല്ലേ ചോദിക്കൂ. അതെ, സിബിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതെങ്ങനെ എന്നോട് പറയണേ. അപ്പൊ ആരെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് വരണം, ചെന്നൈയിൽ വന്ന് പുള്ളീനെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിക്കണത് മറ്റേ ഭ്രാന്ത് പിടിച്ച് ഓടണത് ശോഭന, സത്യം. എന്നിട്ട് ഞാൻ ആലോചിക്കണ്ട, ഈശ്വരൻ ഞാൻ ഒറ്റയ്ക്ക് പോയി എന്റെ കൈ നിൽക്കുമോ, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കണേ. എന്നിട്ട് ഞാൻ ആ പുള്ളിനോട് ചോദിക്കുകയും ചോദിച്ചു, സാർ അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും വരുമോ കൂടെ? ഇല്ല, അത് ഇപ്പൊ ആരാ വരണമെന്ന് വെച്ചാൽ അവരുടെ കൂടെ സിബിനെ വിടാം, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ വരാം. എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും വരണം, വന്ന് സിബിനെ കൊണ്ടുപോകണം, ഇതാണ് എന്നോട് പറഞ്ഞത്. വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം. നീ എടുക്കുന്ന എക്സ്ക്ലൂസീവ് പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല, എന്നാലും പറയാണ്. മിൽമ മിൽക്ക് വിഷസ് യു എ ഹാപ്പി ഓണം. ഞാൻ നേരത്തെ ബേബിയുടെ കേസ് പറഞ്ഞു. ബേബിയുടെ കേസ് പറയുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് സീസണിൽ ഉണ്ടായിരുന്നവരായതുകൊണ്ട് തന്നെ 2-ലുണ്ടായിരുന്നു, 6-ലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വർത്തമാന കാലത്തിൽ ബേബി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാറുണ്ടോ? ഇല്ല. ഞങ്ങളുടെ വീട്ടില് ബാൻഡാണ്. ആണോ? അതാരുടെ? അത് ഉശിയുടെ തീരുമാനമാണോ? ആള് സിബിന്റെ തീരുമാനമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സിബിൻ ബീങ് എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് ബിബി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം സാറ് പറഞ്ഞു. ആൻഡ് വി ടോട്ടലി റെസ്പെക്ട്. എനിക്ക് ബിബിയിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ വെക്കല് നിർത്തി. എന്തുകൊണ്ടാ ശരിക്കും ബിഗ് ബോസ്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എന്റെ നഷ്ടപ്പെട്ട എന്റെ അവസരമാണ് എന്നെ അത് ഡെയിലി എന്നെ ഓർപ്പിച്ചോണ്ടിരിക്കുന്നത്. അത് എനിക്ക് അത് കണ്ടങ്ങ് കളാ. അല്ല, അങ്ങനെ പോണെങ്കിൽ പോട്ടെന്നുള്ളു. ഞാനായിട്ട് ഇനി അതിന് പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കാൻ പോണില്ല. കാരണം എന്റെ ദ്രോഹമാണ് ഞാൻ എന്റെ അടുത്ത് അവര് ചെയ്തത്. ഞാൻ പറയാ, ലൈക്ക് ഫിനാലയില് എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഫോട്ടോസ് കാണിച്ചപ്പോ എന്റെ മുഖം അവര് ബ്ലർ ചെയ്താണ്. മനസ്സിലായില്ലേ? എന്റെ മുഖം ബ്ലർ ചെയ്തു. ഞാനുള്ള സീക്വൻസുകളൊക്കെ അവർ മനഃപൂർവ്വം ഒഴിവാക്കി. എന്നെ കുറിച്ച് ഒരു മെൻഷനിങ് ഒരിടത്തും ചെയ്യുന്നില്ല. ഇത് ഞാനുണ്ടാക്കിയ സിറ്റുവേഷൻ അല്ല, അവരുണ്ടാക്കിയ സിറ്റുവേഷൻ ആണ്. വാട്ട് ഐ ഡിഡ് വാസ് ഫെയർ ആയിട്ട് അവരോട് സംസാരിക്കാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഒന്നും നടക്കാതെ വന്ന്, ഇതൊന്നും ഞാൻ തുടങ്ങി വെച്ചതൊന്നും അല്ല, ഇതൊക്കെ അവര് തന്നെ തുടങ്ങി വെച്ചാണ്. അവര് പലരോ വഴിയും പലരോടും പറയുന്നു അത് പുറത്തേക്ക് സിബിനെ അങ്ങനെ മരുന്ന് കൊടുത്തു എന്ന് ഞാനല്ല ആദ്യം പറഞ്ഞത്. നിങ്ങളൊന്ന് പുറകിലേക്ക് പോകണം. ഇതൊന്നും ഞാനല്ല ആദ്യം പുറത്ത് പറഞ്ഞത്. ഇത് വേറൊരാള് വന്ന് പുറത്ത് വന്ന് പറയുന്നു. അയാൾക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി? അകത്തുനിന്ന് തന്നെയാണ്. അപ്പൊ ആ ഇൻഫർമേഷൻ പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം എന്നോട് വന്നിരിക്കും. കാര്യം എനിക്കാണ് കിട്ടിയത്. സിബിൻ എന്താ മറുപടി പറയാത്തത്? സിബിൻ എന്താ മറുപടി പറയാത്തതെന്ന് 10 പേര് ചോദിച്ച് സിബിൻ മറുപടി പറയും. സിബിൻ മറുപടി പറഞ്ഞു, അതെ തന്നു. പിന്നെ അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഒരുപക്ഷെ ആൾക്കാർ. കൊടുത്തെങ്കിൽ പിന്നെ എന്താ അവൻ കേസ് കൊടുക്കാത്ത? കേസ് കൊടുക്കുക. അവൻ കള്ളനാകുമ്പോ അവൻ കള്ളം പറയുന്ന അങ്ങനെ അവന് കേസ് കൊടുത്തൂടെ? കേസ് കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? കേസ് കൊടുത്തിട്ട് എന്തായിരുന്നു ശരിക്കും അതിന്റെ വഴിക്ക്? നമ്മൾ ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നോക്കണേ? ഈ കേസ് കൊടുക്കുമ്പോ തന്നെ ഇപ്പൊ കുറെ പേര് വന്നിട്ട് ചോദിച്ചു, നിനക്ക് ബോധമില്ലേ, നീ ആരുടെ അഗേൻസ്റ്റാ കേസ് കൊടുക്കുന്നത്? വളരെ ശരിയാണ്. പക്ഷെ നമുക്കൊരു സ്വന്തം ഒരു സ്വന്തം സംതൃപ്തിക്ക് അപ്പുറത്തേക്ക് ഈ പറയുന്ന ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് കുറെ പേര് പറഞ്ഞപ്പോഴേ, എന്നാ പിന്നെ അവൻ കേസ് കൊടുക്കാത്ത എന്താന്ന്
ചോദ്യം വന്നപ്പോഴാണ് എന്നാ ഓക്കെ എന്നാ നമുക്ക്, പക്ഷെ അതൊരിടത്തും എത്തില്ല എന്ന് നമുക്കറിയാം. ഇതൊന്നും ഞാൻ തുടങ്ങി വെച്ചതല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമ്മൾ ഇത് അവര് തന്നെ തുടങ്ങിയതാണ്. അവര് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി സെബിൻ, സംഭവിച്ചു പോയി, ക്ഷമിക്കണമെന്ന് പോലും വേണ്ട, വിട്ടുകളയും എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നില്ലേ. അത് അവർക്ക് അവരുടെ പ്രശ്നം പറ്റിയെന്നും അവരുടെ ഭാഗത്ത് തെറ്റോ ഉള്ളത് കൊണ്ടാണ് ആ സീസണിലെ സമയത്തുണ്ടായിരുന്ന ഒരു 6ഓളം പേര് പിരിച്ചു വിട്ടു ഇപ്പോൾ. പക്ഷെ അവര് എന്നോട് പറഞ്ഞില്ല, അവര് കമ്പനിക്കകത്ത് തീരുമാനിച്ച് പിരിച്ചു പോയി. ശരിക്കും ഈ ചാനൽ ഭാഗത്തായിട്ട് തന്നെ മുമ്പും ഉണ്ടായിരുന്നു അല്ലെ, ഷോകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും ഈ പറഞ്ഞ ചാനലിന്റെ ഏറ്റവും ഇപ്പം അടുത്ത് നിൽക്കുന്ന ഇപ്പോഴും അതെ, ഞങ്ങൾ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് അവരായിട്ടുള്ള. ഇതൊന്നും ചാനലിന്റെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞത് സർട്ടൻ ഇൻഡിപെൻഡന്റ് വ്യക്തികളിലേക്കാണ് പക്ഷെ ആ വ്യക്തികളുടെ തീരുമാനം പലപ്പോഴും ചാനൽ തീരുമാനമായിട്ട് ഇവര് റിയലൈസ് ചെയ്തപ്പോ, ഇപ്പൊ ആ ചാനലിന്റെ ഒരു ഹെഡ് ആണെങ്കിൽ അദ്ദേഹം ഇത് റിയലൈസ് ചെയ്ത് ഇത് തെറ്റാണെന്ന് പുള്ളി മനസ്സിലാക്കിയപ്പോ എല്ലാം കഴിഞ്ഞു പോയി. പിന്നെ പുള്ളിയുടെ കോൾസ് ഇല്ല, അത് ആവശ്യമില്ലാത്ത ലെവലിലേക്ക് ഇത് എസ്കലേറ്റഡ് ആയി. അപ്പൊ പുള്ളിയുടെ കയ്യിൽ കോൾ ഇല്ല. പിന്നെ പുള്ളിക്ക് ബീങ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ചാനൽ, പുള്ളിക്ക് ആ കോർപ്പറേറ്റ് ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തേ പറ്റും. ആൻസർ ചെയ്യാൻ പാടില്ല, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അല്ല, ഇപ്പൊ ശരിക്കും ഒരു പാർട്ട്ണറാണ്, പക്ഷേ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് സുഹൃത്താണ്, ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സിബിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്ത് നിലയിലും ഞാൻ മുമ്പ് ആ സീസണിൽ കണ്ടസ്റ്റന്റ് ആയ നിലയിലിരിക്കും അതിന്റെ ഭവിഷ്യത്തുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇതിന്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സിബിന്റെ പ്രൈമറി കോണ്ടാക്ട് ഞാനായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബിഗ് ബോസിനകത്ത് പോകുന്ന കണ്ടസ്റ്റൻസിന് ഒരു പ്രൈമറി കോണ്ടാക്ട് ഉണ്ട് എപ്പോഴും പുറത്ത്. ആ പ്രൈമറി കോണ്ടാക്റ്റിനെ വേണം ഉള്ളിൽ എന്തുണ്ടെങ്കിലും ഇൻഫോം ചെയ്യേണ്ടത് ഇനിഷ്യലി പ്രൈമറി കോണ്ടാക്റ്റിനെയാണ്. എന്താണെങ്കിലും ഇപ്പൊ ഒരു ഡ്രസ്സ് വേണമെങ്കിൽ പോലും പോട്ടെ, ഒരു അണ്ടർവെയർ വേണമെങ്കിൽ പോലും നമ്മളെയാണ് വിളിച്ച് പറയേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ അറിയുന്നത് ഇത് ഓൺ സ്ക്രീൻ ഫസ്റ്റ് നടക്കുമ്പോഴാണ്, ലൈവിലാണ് ഞങ്ങൾ ഇത് ആദ്യം ഇങ്ങനെ കാണുന്നത്. അപ്പം ഇദ്ദേഹത്തിനെ വീട്ടിന്റെ പുറത്തേക്ക് എടുക്കുന്നു, ട്രീറ്റ്മെന്റിനാന്ന് പറഞ്ഞ് മാറ്റുന്നു. അപ്പൊ യൂഷ്വലി ഞാനൊരു XBB കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെ എന്തുണ്ടെങ്കിലും ഇൻഫോം ചെയ്യും. സ്പെഷ്യലി എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫോം ചെയ്യും. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് കോളൊന്നും വന്നിട്ടില്ല, ഒരു സിംഗിൾ കോൾ പോലും വന്നിട്ടില്ല. അപ്പം ഞാനാണ് പ്രൈമറി, പിന്നെ സെക്കൻഡറിയും ഉണ്ട്. അപ്പൊ സെക്കൻഡറി അനിയനാണ്. അപ്പൊ ഞാൻ വിളിച്ച് അവനോട് ചോദിച്ചേട്ടാ നിനക്ക് കോള് വല്ലതും വന്നു അവിടുന്ന്? അപ്പൊ അവൻ പറഞ്ഞില്ല ചേച്ചി, എനിക്ക് ഞങ്ങളും കാണുന്നുണ്ട്, കോളൊന്നും വന്നില്ല, അറിയില്ല ചേട്ടൻ എന്താണ് അറിയില്ല. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്കൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടും ഇയാളുടെ ഇൻഫർമേഷൻ ഒന്നും നമുക്കും കിട്ടുന്നില്ല, ഇയാളെ ഇതിലും കാണുന്നില്ല, ലൈവിലും കാണുന്നില്ല, എപ്പിസോഡിലും ഒന്നും കാണുന്നില്ല. എന്താ അവിടെ നടക്കുന്നത്? അപ്പം ഞങ്ങൾ കാണുമ്പോ ഇയാള് ബ്രേക്ക് ആയിട്ട് ഇയാളെ പുറത്തെടുത്തേക്കുന്നതല്ലേ ഞങ്ങൾ കാണുന്നത്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഒന്നും ഇൻഫർമേഷൻ ഇവര് തരുന്നില്ല. അങ്ങനെയാണ് ഫൈനലി ഐ ഡിസൈഡഡ് ടു ടേക്ക് എ കോൾ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഞാൻ വിളിക്കുമ്പോ ഇവരാരും ഫോൺ എടുക്കുന്നില്ല, ഇവരുടെ കയ്യിലൊക്കെ എന്റെ നമ്പർ ഉണ്ട്. ഞാൻ വിളിക്കുന്നത് ഇനിഷ്യലി നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനും ബിഗ് ബോസ് എന്ന ഒരാളുടെ നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ ആ പെൺകുട്ടീനെ വിളിച്ചു, ആ പെൺകുട്ടി എന്റെ കോളൊന്നും എടുക്കുന്നില്ല. പിന്നെ അത് എടുക്കാതെ വന്നപ്പോഴാണ് പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ വിളിക്കുക. ഈ ചാനലിലാണ് എനിക്ക് കണക്ഷൻ, ചാനലിലെ ആൾക്കാരൊക്കെ ഞാൻ വിളിക്കുന്നു, ആരും ഫോൺ എടുക്കുന്നില്ല. റോഹൻ, നമ്മളിപ്പോ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണല്ലോ, ഈ ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ ഉള്ള ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ഒരു ഷോ ആയിട്ട് റോഹൻ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയാം, ഇപ്പൊ ഈ ആരുടെ ഒരു ഇന്റർവ്യൂ ശകലം ഞാൻ കണ്ടു, ഞങ്ങൾ ഇത്രയും ദിവസം ഭക്ഷണം തരാതിരുന്നു. ഞാൻ പോയ ആദ്യത്തെ 7 ദിവസം ഉപ്പില്ലാതെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഉപ്പ് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഉപ്പ് തരാതെ, ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക. ഇത് സൊമാലിയയിൽ പോലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞാൻ പറയാണ്, അത് ഹ്യൂമാനിറ്റിക്ക് എതിരല്ലേ? 2 പച്ച വെളിച്ചത്തിൽ കിടത്തി ഉറക്കുക. നൈറ്റ് വിഷൻ ക്യാമറയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചില മുറികളിൽ ഞങ്ങളുടെ താമസം ചില സമയത്തൊക്കെ നല്ല വെളിച്ച് അവിടെ പാടില്ല, ഇന്ന മുറി കയറരുത്, ആ മുറി കയറരുത്, ഈ മുറി കയറരുത്, വരാന്ത ഇരിക്കരുത്, വെളിയിൽ പോരുത്, ഇങ്ങനെ ഒരാളെ ടോർച്ചർ ചെയ്യുക മാനസികമായിട്ട്. ഇതൊക്കെ പിന്നെ സായി അഭിഷേകമൊക്കെ ആക്ച്വലി ക്യാമറ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞൊരു സീനുണ്ടായിരുന്നു. വെച്ചാൽ പർപ്പസ്ഫുള്ളി ഇവർ AC ഓഫ് ചെയ്യും. ചൂട് ഭയങ്കര ചൂടായിരിക്കും, അത്രയും ക്യാമറാസ് ഉണ്ട് അവിടെ, അത്രയും ലൈറ്റ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ AC ഓഫ് ചെയ്യുന്നതിനാണ്. നമ്മുടെ ഈ ഒരു സൈക്കോളജിക്കലി നമ്മളെ എന്താ പറയുക ട്രിഗർ ചെയ്യുന്ന പരിപാടികളാണ് ഈ ഷോയിൽ നടക്കുന്നത് ഫുൾ. ഇതൊക്കെ മാനസികപരമുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അല്ല, എന്നെ ഈ റൂമിലേക്ക് കൊണ്ട് ലോക്ക് ചെയ്തു. മീറ്റിംഗിന്റെ കാര്യം എനിക്കറിയില്ല ബ്രോ.
എൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അവര് പറയുന്നത് ലൈക്ക് വരൂ പുറത്ത് പോകാന്ന് പറയുന്നു, വിളിക്കുന്നു, വെളിയിൽ കൊണ്ടുപോകുന്നു, നേരെ ഒരു റൂമിൽ കൊണ്ട് ലോക്ക് ചെയ്യാണ്. പിന്നെ എനിക്ക് അറിയില്ല, കഥക് തുറന്ന് ഒരു ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു പാടമല്ല, ഒരു കാട് പിടിച്ചൊരു സ്ഥലം മാത്രമുണ്ട്. വേറൊന്നും ദൂരെ കുറെ ബിൽഡിങ്സ് കാണാം, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. പിന്നെ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, അവനല്ലാതെ വേറെ ഒരു കോണ്ടാക്ട് എനിക്കില്ല. അപ്പൊ ഞാൻ ആക്ച്വലി ഇവരോട് പറയുന്നുണ്ട്, എനിക്ക് ഷോയിൽ തിരിച്ച് കയറാൻ പറ്റുമോ, എന്താണ് തീരുമാനം, ഡിസിഷൻ എടുക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ വീഡിയോ കോളിൽ, അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലത്താണ്, അവിടെ വാട്സാപ്പിൽ വീഡിയോ കോളിൽ ഒരു ഡോക്ടർ വരുന്നു. ഡോക്ടർ ഞാൻ വളരെ കൂളായിട്ട് സംസാരിക്കുന്നത്, വരുന്ന രാത്രി കേട്ടോ, പുള്ളി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു, പോകുന്നു, ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം, ദാറ്റ്സ് ഇറ്റ്. പിന്നെയാണ് ഈ മെഡിസിൻസ് ഒക്കെ വന്ന് തുടങ്ങുന്നത്. രാത്രി മരുന്ന് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് കോളിൽ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതാ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്നെ തിരിച്ചു വിളിച്ചു. അത് കുറച്ച് വലിയ ഒഫീഷ്യൽസ് ആണ് ചാനലിന്റെ. അപ്പൊ അവർക്കൊക്കെ പേഴ്സണലി കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ് ആര്യാന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല സാർ, അത് സിബിന്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ കഥ മാറുക. അപ്പൊ എന്നോട് ചോദിക്കുന്നു, സിബിന് സ്ക്രീസോഫീനിയയുടെ ഹിസ്റ്ററി ഉണ്ടോന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്ക്രീസോഫീനിയോ, ഞാൻ പറഞ്ഞു സാർ എന്താ, എനിക്ക് മനസ്സിലാവില്ല. അല്ല, സിബിൻ കുറച്ച് വയലന്റ് ആണ്, സിബിന് ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, സിബിന് മെന്റൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എന്നോട് ഓരോന്നായിട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ പറയുന്നു, ഇല്ല, എന്റെ അറിവിലില്ല, എനിക്കറിയാവുന്ന കാലത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ ഇദ്ദേഹം ഓക്കെ, എന്തായാലും ഇപ്പൊ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പാനിക്കായി. അപ്പൊ ഞാൻ സത്യം പറയല, ഞാൻ പിക്ചറൈസ് ചെയ്യണ എന്താ അറിയോ, മണിച്ചിത്രത്താഴില് ശോഭനം ബുക്കൊക്കെ വലിച്ചറിയുമ്പോ ഇതാണ് ഞാൻ അപ്പ പിക്ചർ ചെയ്യണ സിബിൻ ബെഞ്ചമിൻ. ഞാൻ എന്റെ ഇതില് ഇവൻ മറ്റേ തേരാപാര ഓടുന്ന കണ്ടന്റ് സത്യം ഇത് സംഭവിക്കണത് രാത്രി 12 മണിക്കാണെന്ന് ആലോചിക്കണം. ഞാൻ ഫോൺ, ഇദ്ദേഹം ഈ സാറ് ഫോൺ വെച്ച പാടെ ഞാൻ തികതേന്ന് എല്ലാരും വിളിക്കുന്നു. സിബിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ മല്ല അനിയൻ, അവന് മഹേഷ് വിളിച്ചു. ഞാൻ മഹേഷിനോട് പറയാ, എടാ ഇവനിങ്ങനെ വല്ല കുഴപ്പമുണ്ടോ, ഹിസ്റ്ററി വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇവരെന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ മഹേഷ് പറഞ്ഞു, ചേട്ടനോ? ഇല്ല ചേച്ചി, ചേട്ടന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നീ പപ്പയെ വിളിക്കും, മമ്മിയെ വിളിക്കും. അവരോട് അങ്ങനെ പപ്പയെ വിളിക്കുന്നു, മമ്മിയെ വിളിക്കുന്നു, രാത്രി അവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഇങ്ങനെയാണ് ഇവര് പറയുന്നത്, ഇങ്ങനെയൊക്കെ. അതോടുകൂടി അതിന്റെ ഇടയിൽ വേറൊരു സാർ ഏഷ്യാനെറ്റിലെ, ഞാൻ പേരൊന്നും പറയണ്ട, പുള്ളി വിളിച്ചിട്ട് സിബിൻ കുക്കർ എടുത്ത് തലക്കടിക്കാൻ നോക്കുന്നു എന്നൊക്കെ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പിക്ചർ ചെയ്യണത് മറ്റേ നാഗവല്ലി മറ്റേ ഓടണ ആ കോറിഡോറിൽ വേറെ സാധനം. അപ്പൊ എന്റെ കിളി പോയി. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അതായത് ഈ ഷോ കഴിഞ്ഞപ്പോ ആര്യ എന്റെ അടുത്ത് ഈ കഥ പറഞ്ഞല്ലോ, ഞാൻ പുറത്തിറങ്ങിയെന്നപ്പോ ആര്യന്റെ അടുത്ത് പറയടാ, ആര്യ എന്നെ കണ്ടപ്പോഴാണ് ആ ഒരു സമാധാനമായത്. എന്നുവെച്ചാ ഞാൻ സീരിയസ്ലി പറയാം, അപ്പൊ എന്നെ സിബിനെ ഇറക്കി വിടുന്നതിന് മുന്നേ, അതായത് ഇവര് ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പ്രൈമറി കോണ്ടാക്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിബിൻ ഇസ് ഔട്ട് ഓഫ് ദ ഷോ, സിബിനെ ഞങ്ങള് തിരിച്ച് വീട്ടിൽ കയറ്റുന്നില്ല, അപ്പം സിബിൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അതെ സിബിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതെങ്ങനെ എന്നോട് പറയണേ. അപ്പൊ ആരെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ, ആരെങ്കിലും ഒന്ന് വരണം, ചെന്നൈയിൽ വന്ന് പുള്ളീനെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിക്കണത് മറ്റേ ഭ്രാന്ത് പിടിച്ച് ഓടണത് ശോഭന, സത്യം. എന്നിട്ട് ഞാൻ ആലോചിക്കണ്ട, ഈശ്വരൻ ഞാൻ ഒറ്റയ്ക്ക് പോയി എന്റെ കൈ നിക്കോ, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കണേ. എന്നിട്ട് ഞാൻ ആ പുള്ളിനോട് ചോദിക്കുകയും ചെയ്തു, സാർ അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും വരുമോ കൂടെ? ഇല്ല, അത് ഇപ്പൊ ആരാ വരണമെന്ന് വെച്ചാൽ അവരുടെ കൂടെ സിബിനെ വിടാം, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ വരാം. എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും വരണം, വന്ന് സിബിനെ കൊണ്ടുപോകണം, ഇതാണ് എന്നോട് പറഞ്ഞത്. വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം. നീ എടുക്കുന്ന എക്സ്ക്ലൂസീവ് പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല, എന്നാലും പറയാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, കാരണം ഒരാൾ വരുന്ന പറയുന്ന സാധനം അല്ലെങ്കിൽ വന്നാലേ വിടൂ എന്ന് പറയുന്നതിനെ അതിനെ കുറിച്ചൊരു ഇത് ഞാൻ കേട്ടതും എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഇതാണ്. അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു, സാർ ഞാൻ തന്നെ വരാം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്റെ ടിക്കറ്റ്, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റ്
അവരാണ് എടുത്തത്. ഓക്കെ. അവര് സിബിന്റെ കൂടെയുള്ള ടിക്കറ്റ് അവരാണ് എടുത്തത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് എന്നോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ ടിക്കറ്റ് എടുത്തു. രാവിലെ ഉച്ചയായപ്പോഴേക്കും ഞാൻ ചെന്നൈ എത്തിയിട്ട് ഇവരുടെ ഒരു കോണ്ടാക്ട് തന്നിട്ടുണ്ടല്ലോ എനിക്ക്. ആ കുട്ടീനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു. ഞാൻ ചെന്നൈയിൽ എത്തി എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു സിബിനുള്ള സ്ഥലത്തേക്ക് ആര്യനെ കൊണ്ടുവരാൻ പറ്റില്ല, ഇവിടെ റൂൾസ് ഉണ്ട്, നമ്മുടെ ഇതനുസരിച്ചിട്ട് ആര്യക്ക് ഇങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പൊ ആര്യ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തോളൂ, നിങ്ങളുടെ ഈവനിങ് ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോൾ സിബിനെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. ഞാനപ്പോ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. ഈ സമയം മുഴുവനും എയർപോർട്ടിൽ തന്നെ ഞാൻ ഇരുന്നു. ഓക്കെ, അവരെ കൊണ്ടുവിടട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആലോചിക്കണത് വളരെ വൾണറബിൾ ആയിട്ട് ഇറങ്ങി വരാൻ പോകുന്ന ഒരു സിബിനെയാണ് ഞാൻ ഇമാജിൻ ചെയ്തു. ഞാൻ പ്രതീക്ഷ. എന്നിട്ട് ഞാൻ മാത്രല്ല, എന്റെ കൂടെയുള്ള ബാക്കി ഫ്രണ്ട്സും ഞങ്ങളുടെ ഗ്യാങ്ങിലെല്ലാരും. അപ്പൊ ഇവരെല്ലാരും പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അവനെ കാണുമ്പോ നീ കാമായിട്ട് സംസാരിക്കണം, അവനെ പറഞ്ഞ് മനസ്സിലാക്കണം, അവൻ ചിലപ്പം കയ്യിൽ നിന്ന് പോയിരിക്കുമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്ത് സംസാരിക്കണം എന്നുള്ളത് വരെ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇറ്റ്സ് ഓക്കെ, പോട്ടെ, അത് കാം ഡൗൺ ആക്കി വിടാം, അത് പുറത്തെന്താ നടക്കണമെന്നൊന്നും അറിയിക്കണ്ട, ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ. ഇവൻ വന്നു എന്ന് പറഞ്ഞ് എന്നെ നടയെന്ന് വിളിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോ ക്യൂവില് ചുമ്മാ നിക്കുന്നവൻ ലഗേജ് ട്രോളിയും പിടിച്ചിട്ട്. അപ്പോഴാണ് മറ്റേ സ്ഥലം ചെന്നൈ എയർപോർട്ടിൽ അതായത് കവിത വരുന്നത് അവിടെയാണ്. ഇവര് തിരിച്ച് സിബിൻ എത്തിയതിന്റെ ഒരു റീല് ഞാൻ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അത് ഇനി ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് പ്രോബബ്ലി ആരെങ്കിലും പോയി ആ റീൽ എടുത്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. അതിൽ സിബിനെ ഞാൻ ഫസ്റ്റ് കാണുന്ന സാധനം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ റീലിനകത്ത് ആഡ് ചെയ്തു. അത് സിബിൻ എന്നെ കണ്ടുടനെ ഇങ്ങനെ ഹായ് ഹായ് എന്ന് പറഞ്ഞ് ചാടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷ സിബിനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. ഞാനാണെങ്കിൽ ഇവിടെ എങ്ങനെ ഇത് ഡീൽ ചെയ്യണം എന്നുള്ള ആലോചനയാണ്. സിബിൻ വരുന്ന സമയത്ത് സിബിൻ മനസ്സിലാവാതെ ഡീൽ ചെയ്യണം. ഞാൻ നോക്കിയപ്പോ ഇവിടെ നിന്ന് ചാടിത്തുള്ളി പോയ അതേ പൊട്ടൻ ചക്കൻ വരുന്നു തിരിച്ച് അതേ സ്പീഡിൽ ചാടിത്തുള്ളി. ഞാനത് അപ്പുറത്തെ പെർസ്പെക്റ്റീവ് പറയാം. ഇപ്പൊ ആര്യ പറഞ്ഞല്ലോ ഇത്, ഇനി അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ ഇതിന് ശേഷവും ഇപ്പൊ ആര്യ എന്റെ അടുത്ത് എന്നെ കണ്ടപ്പോ തന്നെ ആര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷമാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ നിന്നും പിന്നെ ഞാൻ നമ്മുടെ സാബു ചേട്ടൻ, നമ്മുടെ വിന്നർ സാബുണ്ണനെ ഞാൻ കാണാൻ വേണ്ടി പോയി. സാബുണ്ണനെ ഞാൻ കണ്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ സാബുണ്ണ നീ അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചത് എന്റെ അടുത്ത് ഈ മോഡല്. ഞാൻ ഒന്നും കാണിച്ചില്ല, നീ ചുമ്മാ നിനക്ക് ഇപ്പൊ കേൾക്കണമെന്ന്. ഞാൻ കേൾക്കണം. പുള്ളിക്കാരൻ അപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കർ ഇട്ട് സിബിൻ അവിടെ എന്തൊക്കെയാ കാണിച്ചത്. ഇപ്പൊ ആര്യ പറഞ്ഞില്ലേ, ഇതേ ഡയലോഗാണ് ആ കുട്ടി പറയുന്നത്. ഞാൻ കുക്കർ എടുത്ത് അടിക്കാൻ പോയി എന്തോ പറഞ്ഞു വരുന്നതായി കണ്ടു. എടാ കുക്കർ എടുത്ത് അടിക്കാൻ പോയി 24/7 എവിടെ അത് കണ്ടന്റ് ആണ്, അവർ വിടുവോ? അത് ഞാൻ ചോദിക്കും. ഞാൻ കുക്കർ എടുത്ത് ഒരാളെ ആക്രമിക്കാൻ പോകുന്നെങ്കിൽ അത് കണ്ടന്റ് ആണ്, അവരത് വിടുവോ? അപ്പൊ ഈ സാബു ചേട്ടൻ്റെ അടുത്ത് ഈ കുട്ടി ഇത് പറയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ ഈ നടന്ന വലിയ മീറ്റിംഗ് ഉണ്ടല്ലോ, ആ മീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഈ കഥ പഠിക്കുക വരണം. അതെ, ഈ കഥയാണ് ഇതിലേക്ക് വരേണ്ടത്, ഈ കഥയാണ് പുറത്തു പോകേണ്ടത്. ആൻഡ് എന്തിനാണ് ഇവർ ആര്യ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞൊരു അസുഖത്തിന് പറഞ്ഞിട്ട് എനിക്ക് ഇവര് തന്ന മരുന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പല ഇന്റർവ്യൂസിലും നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞ പേര്. അപ്പൊ ഒലാൻസപ്പൈൻ 10 mg ഈ പറയുന്ന വേറെ ഒരു സാധനം ലോനാസപ്പൈൻ അങ്ങനെ എന്തോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നമ്മള് നമ്മൾ മയങ്ങും, നമ്മൾ ഹെൽത്ത് ഉണ്ടാവില്ല. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്കൊരാളുടെ സഹായം വേണം എന്നെ എയർപോർട്ട്. ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാനത് കഴിച്ചിട്ട് വരുന്നു എന്നാണ്. അവനതെടുത്ത് കഴിച്ചിട്ടില്ലായിരുന്നു. എന്റെ കൂടെയുള്ള ഷാഡോ ഇടുന്ന ചെക്കൻ നല്ല ഒരു പയ്യനായതുകൊണ്ട് അവൻ കണ്ടു ഞാൻ കഴിക്കാത്തത്, അവനത് റിപ്പോർട്ട് ചെയ്തില്ല. അവൻ ആളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇത് തന്നോ, ഒരു വിവരം തന്നോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ? ചേട്ടൻ ഇത് കഴിച്ചാല് ചേട്ടൻ ഇത് കഴിച്ചാൽ മെന്റലി ഒന്നും. എന്റെ അടുത്ത് ഇത് ആദ്യം പറയുന്ന ഒരു ഹൈറാർക്കി മേളിലുള്ള ഒരാളാണ് എന്നോട് പറയുന്നത്, എടാ ഇത് കഴിച്ചാൽ നീ കുറച്ച് നിന്റെ നെർവസ് സിസ്റ്റം കുറച്ച് കൂൾ ഡൗൺ ആവും, നമുക്ക് തിരിച്ച് ഷോയിൽ കയറാം. എന്റെ ലക്ഷ്യം തിരിച്ച് ഷോയിൽ കയറാം. ഞാൻ പറഞ്ഞു സാർ കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇവനും ഇത് തന്നെ. അപ്പം ഫസ്റ്റ് ഈ പറയുന്ന വീഡിയോ കോൾ ഈ ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കോൺവെർസേഷന് ശേഷം അവനും എന്നോട് പറയുന്നത്, എന്റെ കൂടെയുള്ള ഷാഡോ എന്നോട് പറയുന്നത്, ചേട്ടാ ഇത് ഒരു 2 സെറ്റ് മെഡിസിൻ കഴിച്ച് ചേട്ടൻ തിരിച്ച് ഷോയിൽ കയറ്റാന്ന് അവര് പറഞ്ഞത്. അപ്പൊ ഇതാണ്. അപ്പൊ ഞാൻ എന്റെ ഫോണില്ലല്ലോ, ഒബ്വിയസ്ലി അവന്റെ ഫോണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാ ഇത് ചുമ്മാ ഗൂഗിൾ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ 2 സെറ്റ് ഓരോ മെഡിസിൻ ആയിട്ട് വന്നത് നമുക്ക് മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റിയില്ല. ഇവര് രണ്ടാമത് കൊണ്ട് സെറ്റ് 2 മരുന്ന് ഒരുമിച്ചാണ്, അപ്പൊ പേര് വായിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഗൂഗിൾ ചെയ്തിട്ട് അവൻ എന്നോട്, നല്ല ചെക്കൻ വീണ്ടും പറയും, അവൻ ഗൂഗിൾ ചെയ്തിട്ട് അവനോട് പറഞ്ഞു, ചേട്ടാ ഈ മരുന്ന് കഴിക്കണ്ട, ചേട്ടാ ഇത് കഴിക്കണ്ട എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ ശരിയടാ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് കോൺവെർസേഷൻ ഇല്ലായിരുന്നു.
അവൻ ഞാൻ ഈ മരുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളയുന്നത് കണ്ടാലും അവൻ ഇഗ്നോർ ചെയ്ത് പോവുക, അവനത് മൈൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ അവനത് വിട്ട്. എന്നിട്ട് ഞാൻ ഈ എൻ്റെ ദൈവം എന്ന് അരുൾ ചെയ്തതുപോലെ എൻ്റെ പാൻറ്റിൻ്റെ നമ്മുടെ കോയിൻ പോക്കറ്റ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് ഞാൻ ഈ മരുന്നിൻ്റെ കവറും 2 മരുന്നും കയറ്റി വെച്ചു. കഴിച്ചു എന്നുള്ള ബോധ്യപ്പെടുത്താൻ. അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ വീട്ടിലെ അലമാരിക്കകത്ത് ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട് ആ മരുന്ന്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഇത് കഴിച്ച് മേ ബി അതായിരിക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. പോകുന്ന ആ സിബിനെ ആര്യ കൊണ്ടുപോകുന്നു, പ്രശ്നം സോൾവ് ആയി. തിരുവനന്തപുരം കൊച്ചി എയർപോർട്ടിൽ ഞാൻ ഇറങ്ങിയ ഫസ്റ്റ് വിഷ്വൽസ് പോയപ്പോ തന്നെ ഈ പറഞ്ഞ ചാനലിലുള്ള ഒരാളെന്നെ വിളിച്ച്, അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ വരും. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് കോളല്ല, എനിക്ക് അയാളുടെ വാട്സാപ്പ് സന്ദേശമാണ് വന്നത്, നീ ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, നിന്നെ പറഞ്ഞാണ്. അതിന് മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞു, ചാനൽ സൈഡിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ സിബിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, മീഡിയ ഒക്കെ വരും, ചിലപ്പോൾ എയർപോർട്ടിൽ മീഡിയ ഉണ്ടാവും, അവരോടൊന്നും സംസാരിക്കരുത്, സ്ട്രിക്ട്ലി സിബിൻ വാ തുറക്കാതെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ ഒപ്പം ഒരു ഭീഷണിണ്ടോ? സംസാരിച്ച ഭീഷണി എന്നല്ല, എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ എന്നോട് സംസാരിക്കാൻ ഒരു ഫ്രീഡം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചേട്ടാ എന്ന് വിളിക്കുന്ന ചേട്ടന്മാരാണ് ഇവരൊക്കെ. നമ്മുടെ ചാനൽ ഇത്ര വർഷമായിട്ട് അവരൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ, ദേ ആർ ഓൾ ഔട്ട് ഓഫ് ദ ചാനൽ. അന്ന് അത്രയും ലിബർട്ടിയും ഫ്രീഡവും ഉള്ള, അപ്പം ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുന്ന ആളാണ്. അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ഇത്രയും വർഷം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അവര് വേറൊരു ചാനലിൽ പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല, അത്ര ഇതായിട്ട് നിന്നിരുന്ന ആളാണ് ഞാൻ. അപ്പം ഇവരെന്നെ വിളിച്ചിട്ട് പറയാണ്, അത് ആര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അവൻ യാതൊരു കാരണവശാലും മീഡിയ എടുത്ത് സംസാരിക്കാതെ ആര്യ നോക്കണം. എന്നെ അങ്ങ് ഏൽപ്പിച്ചു അവര്, എന്നോട് വരുന്ന മെസ്സേജ് ഭീഷണിയുടെ കോൺട്രാക്ട് ഉള്ളതാണ്, നിനക്ക് അറിയാലോ, നിനക്ക് ഇനി ഷോ ഒക്കെ ചെയ്യാനുള്ളതാണ്, ഈ മോഡാണ് എന്റെ അടുത്ത് വരുന്നത്. ഭീഷണി എന്ന് പറഞ്ഞാൽ അതൊരു ഹാർഡ് ഭീഷണി അല്ല, പക്ഷേ അങ്ങനത്തെ ഒരു സാധനമാണ്. എന്നിട്ട് അടുത്ത ദിവസമാണെങ്കിലും ഞാൻ നേരെ ഞങ്ങള് കൊച്ചിയിലെ ഫ്ലാറ്റിലാണ് പോയത്. അപ്പൊ ഞാൻ അപ്പുറത്ത് മുറി കിടന്ന് ഉറങ്ങുമ്പം ആര്യയെ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ ആര്യ സംസാരിക്കുന്നത് ഞാൻ അകത്തുനിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പുള്ളി പറയാണ്, അവൻ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു, ഞാൻ അവിടെ ഉറക്കത്തുനിന്ന് എണീറ്റിട്ട് പോലും ഇല്ല. അപ്പൊ ഈ ഈ വ്യക്തിയാണ് ആവശ്യമില്ലാതെ എല്ലാ പ്രശ്നം ഉണ്ടാക്കിയത്. ഈ ഒരാൾ, അയാളിപ്പോ ചാനൽ ഇല്ലാന്നുണ്ട്, ഈ ഒരാളാണ് ചുമ്മാ അരുമുണ്ടാക്കി. എനിക്കൊന്നു അത് കഴിഞ്ഞിട്ട് ഒരാൾ വരേണ്ടി വരും എന്നൊക്കെ പറയുന്നത്, ഈ പറയുന്നതിനൊരു വസ്തുതയുണ്ട്, അതിൽ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിട്ട് സ്റ്റേജും കുറച്ച് മോശമാണ്, ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, ഒരാൾ വരണം എന്ന് പറയുമ്പോൾ പറയുന്ന പോയിന്റ് കറക്റ്റ് ആണോ? ഞാനിതൊക്കെ ഇട്ട് ഞെട്ടി. അപ്പം ഇപ്പൊ ആരും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ വാ വിളിച്ചിരുന്നു, മാൻ വാട്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയണം, അങ്ങനെ ഞാൻ കുക്കർ എടുത്ത് ഒരാളെ അടിക്കാൻ പോയെങ്കിൽ നിങ്ങൾ ഫുട്ടേജ് പുറത്ത് വിടും, ചലഞ്ച് ചെയ്യണം. ഞാൻ 250-300 ക്യാമറ ഇല്ലേ, ഏതെങ്കിലും ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിടൂ. ഞാൻ ഇപ്പോഴാ പറയാം, അങ്ങനെ നടന്നിട്ടില്ല. ഓക്കെ, ഇനി വിട്. ഞാൻ പ്രതീക്ഷിച്ചു പോണെന്ന് പറഞ്ഞല്ലോ, മറ്റേ ഗോഡ് ഫാദറിൽ നിൽക്കണ പോലെയാ. ഈ പല പോലത്തെ മനുഷ്യനെ പറ്റിയിട്ടുള്ള പറ്റാത്തതിന് വിഷമിക്കല്ലേ, സന്തോഷിക്കണം. അത് അപ്പുറത്താണെങ്കിലും ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാബു ചേട്ടനെ കാണാൻ പോയപ്പോഴും, പിന്നെ അതല്ലാതെ പോലെ ഈ കുറുവിൽ എന്റെയും സുഹൃത്തുക്കളുണ്ടല്ലോ, ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട്. ചില ആൾക്കാർ മൗനത്തോടു കൂടി സമ്മതിക്കും, സുഹൃത്തുക്കളാണ്. അങ്ങനെ പറ്റി, ചേട്ടാ, അതായത് സോറി ചേട്ടാ, അതാണ് പറയുന്നത്. സാരല്ലടാ വിട്, എനിക്കും അറിയാം അവൻ എന്താ പറയാ. ഈ ഇതിന്റെ മേളിൽ നിന്ന ഒരാൾ വരെ, അതായത് ഞങ്ങളുടെ സീസണിൽ ഇല്ലായിരുന്നെങ്കിലും പുള്ളി ഇതിന്റെ മേളിൽ അത്യാവശ്യം മേളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അയാളാണെങ്കിലും വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പോട്ടറാ വിട്ടളാ ആ പറഞ്ഞു. അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു സ്ക്രീസോഫീനിയ, കുക്കർ എടുത്ത് അടിക്കാൻ പോയ സ്റ്റോറി, ഇതൊക്കെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കവറപ്പായിരുന്നു. അവർക്ക് പറ്റിപ്പോയി, പക്ഷെ അത് ഒരിക്കലും അവർക്ക് പബ്ലിക്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് പലതും ക്വസ്റ്റ്യൻ ആവും അവിടെ. ആ ഷോയുടെ ക്രെഡിബിലിറ്റി എല്ലാം ക്വസ്റ്റ്യൻ ആവും പബ്ലിക്കലി ഇത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവര് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. അല്ല, ഇപ്പൊ പലതരം കോൺട്രവേഴ്സിയൽ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തില് ആവുന്നതും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും പുതിയ ഇത് കേസാ, അല്ലെങ്കിൽ എന്താണെന്നുള്ള വിവരം വരുന്നില്ല, അതിന് പുറത്തേക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതിന് മെഡിസിൻ വിഷയം വരുന്നു. അന്ന് നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിച്ച സംഭവങ്ങളുണ്ട്, ഇത്തരത്തിലൊരു മെഡിസിൻ കഴിക്കാൻ നിർബന്ധിതനാവുന്നു. ഒരു മുറിക്കകത്ത് പൂട്ടിട്ടിട്ട് ഇത് ചെയ്താലേ ഷോയിൽ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോ അല്ല, അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും കയറാനേ നോക്കുള്ളൂ. പക്ഷെ അവിടെ ചോദ്യം,
അത്രത്തോളം റിസ്ക് ഉള്ള അല്ലെങ്കിൽ ആ മെഡിസിൻ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഇപ്പോൾ ഒരു ഗൂഗിൾ ചെയ്തപ്പോൾ അവിടെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്തിനെത്രത്തോളം നിർബന്ധമായിട്ട് അവർ കഴിപ്പിക്കാൻ ശ്രമിക്കണോ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ദൂഷ്യവശങ്ങളെ കുറിച്ച് അവർക്ക് ബോധമില്ലാഞ്ഞിട്ടൊന്നും ആവില്ലല്ലോ. അപ്പോൾ എന്തിനതിന് ശ്രമിക്കുന്നു അല്ലേ? അത് റോഹൻ, നമ്മളിപ്പോൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണല്ലോ, ഈ ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ ഉള്ള ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ഒരു ഷോ ആയിട്ട് റോഹൻ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയാം, ഇപ്പൊ ഈ ആരുടെ ഒരു ഇന്റർവ്യൂ ശകലം ഞാൻ കണ്ടു. ഞങ്ങൾ ഇത്രയും ദിവസം ഭക്ഷണം തരാതിരുന്നു. ഞാൻ പോയ ആദ്യത്തെ 7 ദിവസം ഉപ്പില്ലാതെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഉപ്പ് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഉപ്പ് തരാതെ, ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക. ഇത് സൊമാലിയയിൽ പോലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞാൻ പറയാണ്, അത് ഹ്യൂമാനിറ്റിക്ക് എതിരല്ലേ? 2 പച്ച വെളിച്ചത്തിൽ കിടത്തി ഉറക്കുക. നൈറ്റ് വിഷൻ ക്യാമറയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചില മുറികളിൽ ഞങ്ങളുടെ താമസം ചില സമയത്തൊക്കെ നല്ല വെളിച്ച് അവിടെ പാടില്ല. ഇന്ന മുറി കയറരുത്, ആ മുറി കയറരുത്, ഈ മുറി കയറരുത്, വരാന്ത ഇരിക്കരുത്, വെളിയിൽ പോരുത്, ഇങ്ങനെ ഒരാളെ ടോർച്ചർ ചെയ്യുക മാനസികമായിട്ട്. ഇതൊക്കെ പിന്നെ സായി അഭിഷേകമൊക്കെ ആക്ച്വലി ക്യാമറ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞൊരു സീനുണ്ടായിരുന്നു. വെച്ചാൽ പർപ്പസ്ഫുള്ളി ഇവർ AC ഓഫ് ചെയ്യും. ചൂട് ഭയങ്കര ചൂടായിരിക്കും, അത്രയും ക്യാമറാസ് ഉണ്ട് അവിടെ, അത്രയും ലൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ AC ഓഫ് ചെയ്യുന്നതിനാണ് നമ്മുടെ ഈ ഒരു സൈക്കോളജിക്കലി നമ്മളെ എന്താ പറയുക ട്രിഗർ ചെയ്യുന്ന പരിപാടികളാണ് ഈ ഷോയിൽ നടക്കുന്നത് ഫുൾ. ഇതൊക്കെ മാനസികപരമുള്ള സ്ഥലം. ഇപ്പൊ മാനസികപരം നമ്മൾ ടാസ്കിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത് സർവൈവ് ചെയ്യാന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. അപ്പൊ ഒരു പക്ഷെ ഫുഡിൽ നമുക്ക് അത്രത്തോളം ആവശ്യമായിട്ടുള്ള ഭക്ഷണം കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ വെയിലത്ത് കിടക്കണം, ഇതൊക്കെ സംഭവം പറയും. പക്ഷെ ഒരു മെഡിസിൻ തരാന്ന് പറയുന്നത് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ലൈഫ്, ഒരു ജീവനെയോ ഇത് അല്ലെങ്കിൽ സ്ഥിരം അതുമായിട്ട് ഈ മെഡിസിൻ കൊടുക്കൽ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ എന്തുകൊണ്ട് ആരും അത് കാരണം ആരും ഇതുപോലെ ആരും അതിന്റെ പേര്, ബിക്കോസ് ട്രസ്റ്റഡ് ഡോക്ടേഴ്സ് ആണ് വരുന്നതും കൺസൾട്ട് ചെയ്യുന്നതും, അവരൊരു മെഡിസിൻ തരുന്നു, നമ്മൾ കഴിക്കുന്നു, അങ്ങനെയല്ലേ. അല്ലാതെ ഇതിന്റെ കുഴപ്പമൊന്നുമില്ലാതെ പോയി ബ്രോ, അതാണ് സംഭവം. ആരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. ഇപ്പൊ ഇദ്ദേഹം അത് ഗൂഗിൾ ചെയ്ത്, അദ്ദേഹത്തിന് ഗൂഗിൾ ചെയ്ത് നോക്കാൻ തോന്നി, അങ്ങനെ ഗൂഗിൾ ചെയ്തോണ്ടാണല്ലോ ഇത് എന്തിനു കഴിക്കുന്ന മെഡിസിൻ ആണെന്ന്. കഴിച്ച് കഴിഞ്ഞിട്ട് മാനസികമായിട്ട് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ സംഘാടകർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുമ്പോൾ? ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ഷാഡോ ആയിട്ട് നിന്നിരുന്ന പയ്യൻ അവന് നല്ല മനസ്സെന്നുള്ള രീതിയിലേക്ക് ഒപ്പം നിന്നിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം മറ്റു പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, കൊല്ലാൻ ഒരുത്തരെ കൂടെ വിട്ടിട്ട് അവന്റെ സിമ്പതിയിൽ കൊല്ലാതെ വിടണു എന്നുള്ളത് അല്ലെ. അപ്പോൾ ഈ അടുത്ത് കൂലിയിൽ വരെ നമ്മൾ കണ്ടതാണ് എപ്പിസോഡിന്റെ ആയിട്ടുള്ള. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരാൾ അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ സിബിന മെഡിസിൻ കഴിച്ചിട്ട് തിരിച്ചു പോകാൻ ശ്രമിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. എന്താ സംശയം? എനിക്ക് അതല്ലേ ഉള്ളൂ ഓപ്ഷൻ എന്റെ മുമ്പിൽ. സിബിനെ എങ്ങനെയെങ്കിലും തിരിച്ചതിനകത്ത് കയറിയാൽ മതി. അപ്പൊ അവര് പറയാണ് മരുന്ന് കഴിച്ചാൽ തിരിച്ചു കയറ്റാന്ന് പറയാം. ഞാൻ കഴിക്കും. ഇപ്പം ഞാൻ ആദ്യം നിരസിച്ചതിന്റെ പേര്, അതായത് ഇനി വീണ്ടും പറയാണ്, ഇതിനൊക്കെ എന്റെ അകത്ത് ഇപ്പൊ സായിയാണ്, ഞാൻ സായി ആയിരുന്നു, അതിനകത്ത് അത്യാവശ്യം കുതന്ത്രങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ കൺഫെഷൻ റൂമിനകത്ത് വെച്ചിട്ട് തന്നെ എനിക്ക് മരുന്ന് തരാൻ ശ്രമിച്ചു, ഞാൻ കഴിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ വെളിയിറങ്ങി ആദ്യം പറഞ്ഞത് സായി അടുത്താണ്. അപ്പോൾ ഇവർ ഇങ്ങനെ സെബിന് മരുന്ന് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും സായി ആക്ച്വലി സക്സസ് പാർട്ടിയിൽ ആ ഷോയുടെ പാക്കപ്പ് പാർട്ടിയിൽ ആ ഷോയുടെ ഒരു മെയിൻ ആളുടെ അടുത്ത് നിങ്ങൾ ഉടായ പറയണ്ട, അവൻ വെളിയിറങ്ങി എൻ്റെ അടുത്താ വന്ന് പറഞ്ഞ നിങ്ങൾ അകത്ത് വെച്ച് മരുന്ന് കൊടുക്കാൻ നോക്കി അവൻ കഴിച്ചില്ല എന്ന് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു. എനിക്ക് നല്ല ബോധ്യം ഉണ്ടെന്ന് അവൻ പറഞ്ഞു അവരോട്. അങ്ങനെ അവരെ ചാപ്റ്റർ സൈലന്റ് ആക്കി. പിന്നെ അതിനെക്കുറിച്ച് സായിയോട് സംസാരിച്ചില്ല. അപ്പൊ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞു. എന്നിട്ടാണ് സായിയോട് ഞാൻ നാളെ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി അവർ മരുന്ന് ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി ബ്രോ. ചിലര് കഴിക്കും. അതെ 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 ചേച്ചി. അങ്ങനെ ഞങ്ങളുടെ സീസണിലും ഒക്കെ ഈ പറയുന്ന പോലെ മെഡിക്കൽ ഹെൽപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ആ വീട്ടിനകത്ത് നിൽക്കാൻ പറ്റാതെ പോണം എന്ന് പറഞ്ഞ് മെന്റലി ഡൗൺ ആവുമ്പോൾ ഇവര് ഒരു ഡോക്ടറിനെ കൊണ്ടുവരുന്നു, കൺസൾട്ടേഷൻ ചെയ്യുന്നു. ചിലര് സംസാരിക്കുമ്പോൾ തന്നെ ഓക്കെ ആവും, ചിലർക്ക് അവര് ഈ പറയുന്ന പോലെ ടാബ്ലറ്റ് കൊടുക്കുന്നു. അതെന്ത് ടാബ്ലറ്റ് ആണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ കുറെ കൂടി ഇതിനെതിരെ ഇപ്പോ എന്താ പറയുക സംഘടനക്കെതിരെയോ അല്ലെങ്കിൽ അതിന്റെ അകത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അതിന് കുറെ വിവാദപരമായിട്ട് നീങ്ങുന്നത് കൂടുതലായിട്ടും കണ്ട് കഴിഞ്ഞ സീസൺ മുതലാണ്. ഇപ്പൊ നിങ്ങൾ 2 സീസൺ പേരിൽ തമ്മിൽ ഒരു 4 സീസണിന്റെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇത് നടക്കുന്നത് ഈ കഴിഞ്ഞ സീസൺ മുതലാണെന്നാണോ അതിന്റെ ശരി, അതോ നിങ്ങളുടെ സീസൺ സമയത്ത് ഉണ്ട് പുറത്തു വന്നില്ല എന്നുള്ളതാണ്? സീസൺ സമയത്തല്ല, ഞാനും ആരെയും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പേര് പറയട്ടെ ഞാൻ അല്ല. അപ്പൊ സീസൺ 1 അപ്പൊ ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾക്ക് ഈ പരിപാടി സീസൺ 1 തൊട്ടേ ഉണ്ട്. സീസൺ 1 തൊട്ടേ ഉണ്ട്. കാരണം ഈ സിബിന്റെ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോ ആ സമയത്ത് ഇമീഡിയറ്റ്ലി ഇതൊരു വലിയ കോൺട്രവേഴ്സി ആയിട്ട് നടക്കുന്ന സമയത്ത് ഇമീഡിയറ്റ്ലി കുറച്ച് എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ നമ്മളെ സിബിനെ മെയിൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സീസൺ 1 ഒരു കണ്ടസ്റ്റന്റ് ഇതുപോലെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു സിമിലർ
അതും ഒരു മെഡിസിൻ റിലേറ്റഡ് സംഭവം തന്നെയായിരുന്നു. Okay. പുള്ളിക്കാരത്തിക്കല്ല പക്ഷെ അത് സംഭവിച്ചത്, ആ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കണ്ടസ്റ്റന്റിനായിരുന്നു. കൊടുത്ത കാര്യം Okay. കൊടുത്ത പുള്ളിക്കാരി കാര്യം പുള്ളിക്കാരി അറിയാം, പുള്ളിക്കാരോട് പറഞ്ഞു. പുള്ളിക്കാരി നമ്മളോട് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പറയുകയും ചെയ്തു, ഇത് സിബിൻ ഇത് വിടരുത്, ഇത് ടേക്കപ്പ് ചെയ്യണം, ഞങ്ങൾ കൂടെ നിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആര്യ മാത്രം എല്ലാരും ഞാനും എന്റെ ആളും ആളും മാത്രം ഞങ്ങക്ക് പിന്നെ കുഴപ്പമില്ല ബ്രോ. ഇപ്പൊ എന്താ അത് എന്തൊക്കെയോ ചെയ്തു, അതിന്റെ പേര് കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി, കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾ ആൻ എക്സ്പീരിയൻസ്. ഈ സീസൺ ഞങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല മനസ്സമാധാനം. ഞാൻ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മളെ പണിഞ്ഞന്മാരെയൊക്കെ നമ്മൾ ഇത്തിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടിച്ചില്ല. ഏതെങ്കിലും മൊമെന്റില് ഞാൻ റിയാക്ട് ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഉണ്ട്. അത് നല്ല അങ്ങനെ ഒതുക്കി കളഞ്ഞില്ലടാ. എനിക്കൊരു ഷോ ഇട്ട് 1 വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി. അല്ല ഷോ ഇട്ട് ചാനലിന്റെ ഭാഗമായിട്ട് വേറെ വേറൊരു ചാനൽ എന്നെ ചാനൽ കയറ്റി. പക്ഷേ എത്ര അതെങ്ങനെ ബാൻ ചെയ്യാൻ പറ്റും? വേറെ ബാൻ അല്ല, അതായത് ഇവരെല്ലാ ചാനൽസും കണക്റ്റഡ് ആണല്ലോ. അപ്പം ഈ പറയുന്ന നമ്മളെ അവിടെയൊക്കെ വിളിച്ച് അവന് ഷോ എടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങള് രണ്ടുപേരെ ഇപ്പൊ ഈ അടുത്ത് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഇതിന്റെ കാരണം കൊണ്ടാവണം ഞങ്ങൾ രണ്ടുപേരെയും ആ ഷോ നടന്നില്ല. പകരം വേറെ 2 പേര് ചെയ്തു. അതായത് ഞങ്ങൾ 2 പേരും ചെയ്യേണ്ടതാണ്. ഞങ്ങളോട് എല്ലാം ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു കോള് വരുന്നു, അത് നമ്മൾ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്തു. ഞങ്ങളോട് കള്ള പറഞ്ഞ പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോ ആ സെയിം സാധനം പ്രൊമോ വേറെ ഞങ്ങളെ വെച്ച് ചെയ്യാൻ അതേ പ്രോഗ്രാം തന്നെ വേറെ കണ്ടു. അതെ, അപ്പൊ ഞങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായി.